ബ്രസീലിയൻ ടീമിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആ ഒരു പാഷന് നിങ്ങൾ നഷ്ടമാക്കരുത്. ബ്രസീൽ ക്യാപ്റ്റൻ മാർക്കിന്യോസ്. നമുക്കറിയാം ബ്രസീലിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കളി സമനിലയിൽ പിരിഞ്ഞ് അതിൻ്റെ മുന്നത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിച്ചിട്ടുള്ള 1-2 മത്സരങ്ങൾ അടിപൊളിയായിട്ട് കളിച്ചു. പക്ഷേ എങ്കിലും നമ്മളൊക്കെ ഒരു മത്സരം ബ്രസീൽ ഇറങ്ങുമ്പോൾ കളത്തിലിറങ്ങുമ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട് മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ചിരുന്നു. കുറച്ച് മുന്നൊക്കെ നെയ്മറുള്ള സാഹചര്യത്തിലും അതിൻ്റെ മുന്നേ ഉള്ള നമ്മളെ റൊണാൾഡോയിലും ആ ഒരു കാലഘട്ടത്തിലൊക്കെ ബ്രസീലിൻ്റെ കളി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരത്തിൽ എത്ര ഗോളിനാണ് ബ്രസീൽ ജയിക്കുന്നത് എന്നുള്ള ചിന്തയായിരുന്നു നമുക്കൊക്കെ മനസ്സിൽ. പക്ഷേ എങ്കിൽ ഇപ്പോൾ കുറച്ച് കാല ഇളവിൽ ബ്രസീലിൻ്റെ മത്സരങ്ങൾ വരുമ്പോഴൊക്കെ തോൽക്കോ ജയിക്കോ അതോ സമനിലാവോ എന്നുള്ള ചിന്താഗതികൾ ആ ഒരു ചിന്തയിലേക്കൊക്കെ വന്നു തുടങ്ങി. കാരണം ടീമുണ്ട്, യുവതാരങ്ങൾ അടിപൊളിയായിട്ടുണ്ട്, യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്, ഏറ്റവും കൂടിയ വാല്യൂ ഉള്ള താരങ്ങളുള്ള ടീമാണ് ബ്രസീൽ. അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു രാജ്യം, ഒരു ഫുട്ബോൾ ടീം. പക്ഷെങ്കിൽ നിലവിലിപ്പോൾ അവിടെ ഒരു മികച്ചൊരു 11 ഇതുവരെ സെറ്റായിട്ടില്ല. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ സൂപ്പർ താരം നെയ്മറിന് പകരക്കാരനായിട്ട് ഒരു താരം ടീമിൽ ഇതുവരെ എത്തിയിട്ടുമില്ല. നെയ്മറിന് പകരക്കാരനെന്ന് പറഞ്ഞാൽ നെയ്മർ കളം വിട്ടിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പിടിയിലാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലെവലിൽ കളിക്കാൻ പ്രാപ്തിയുള്ള ഒരു താരം നിലവിൽ ബ്രസീലിൻ്റെ ടീമിലില്ല. നിലവിൽ റാഫിനെയൊക്കെ ആ ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട് എങ്കിലും എത്രത്തോളം ആയിരിക്കും എത്ര കാലമായിരിക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. നെയ്മർ പരിക്കിൻ്റെ പിടിയിലായിട്ട് വർഷങ്ങളായിട്ട് ഇപ്പോൾ പുറത്താണ്. പരിക്ക് ഒരു വർഷത്തോളം പുറത്തായിട്ട് 1-2 മത്സരങ്ങൾ അൽ ഹിലാലിന് വേണ്ടിയിട്ട് ബൂട്ട് കെട്ടി ഇറങ്ങിയ 2 മത്സരം പോലും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വീണ്ടും പുറത്താണ്. ജനുവരിക്ക് ശേഷമായിരിക്കും കൂടുതൽ അപ്ഡേഷൻ അതിൻ്റെ കാര്യത്തിൽ വരികയുള്ളൂ. അപ്പോൾ അടുത്ത മത്സരങ്ങളിലൊക്കെ അതായത് അർജൻറ്റീനയുമായിട്ടൊക്കെ മത്സരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരങ്ങളിലൊക്കെ ആയിരിക്കാം അദ്ദേഹം പരിക്കൊക്കെ മാറി ഫിറ്റ്നസ് ഓക്കെ ആയാൽ തിരിച്ചു വരുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും മാർക്കിനോസ് പറഞ്ഞിട്ടാണ് ബ്രസീലിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നൊക്കെ. ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് ടീം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിതിന് അർത്ഥമാക്കുന്നത് ക്യാപ്റ്റൻ ഇങ്ങനെ പറയുമ്പോഴേ.